ബാക്ക് ടു ദ ലൈമാൻ ഗെയിമിങ്സ്. സോ 1-2 ദിവസം നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ടാപ്പ് ടു ചാറ്റ്, ആഡ് ഫ്രണ്ട്. ഇങ്ങനെ കമ്മ്യൂണിറ്റിയൊക്കെ നമുക്കുണ്ടെന്ന് തോന്നുന്നു. ജോയിൻ എ പാർട്ടി ഫസ്റ്റ്. നോക്കി നോക്കാം, പിന്നീട് നമുക്ക് നോക്കാം. നമുക്കിപ്പോൾ എന്തൊക്കെ പരിപാടീസായിട്ടാണ് പോകാൻ പറ്റുന്നത് നോക്കിയോട്ടെ. എല്ലാം പഴയ പോലെ തന്നെ അല്ലേ? സെറ്റപ്സ്, അപ്ഡേറ്റ്സ് ഒന്നുമില്ല. ഗിഫ്റ്റ് ഓൺ ഓർ ഓഫ് കീബോർഡ് കൺട്രോൾ, ഫൈൻ. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. നമ്മുടെ വീടിൻ്റെയൊക്കെ അവസ്ഥ എന്താണെന്ന് നോക്കണം. ഇവിടുത്തെ സാധനങ്ങൾ എന്തായി? റിവാർഡ്സ് 0. ഈ പാഴ്സൽ എന്തായി? നാട്ടില. നമുക്ക് നമ്മുടെ വെപ്പൺസ് കയ്യിലുണ്ട്. ലെറ്റ്സ് ഗോ. വീടൊക്കെ ഏകദേശം തീരുമാനമായി കാണും. വാളൊന്നും സെറ്റായിട്ടില്ല എന്നല്ല, അതൊക്കെ നശിച്ചു തുടങ്ങി. ഓക്കെ, റേഡിയോയിൽ എന്താ കാണിക്കുന്നത്? ബങ്കർ വർക്കൗട്ട് സിഗ്നൽ ഫ്രം ഡീലർ. നോ. നമുക്ക് അടുത്ത മിഷൻ എന്താ? ക്രിയേറ്റല്ലേ ടൗൺ എ ഡോർമാറ്റ്. ഹോം ഡെലിവറി ബസ്സുകാർക്ക്. ഫസ്റ്റ് നമുക്ക് എന്നാൽ മാപ്പിലോട്ട് പോയിട്ട് വരാം. ഏതെങ്കിലും പുതിയ ഇവൻറ്റോ വല്ലതും വന്നിട്ടുണ്ടോ നോക്കി നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി നോക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ലെറ്റ് us go. വേണ്ട, പൈസ കൊടുത്തുള്ള പരിപാടിയൊന്നും വേണ്ട. നമുക്ക് ഇവൻ്റ് ഉണ്ട്. ഷോ മീ ദ ഇവൻറ്റ്. ഫിഷിംഗ് ഇവൻ്റ് ഉണ്ട്. കമ്മ്യൂൺ ട്രയൽസ്, ഷോ. നമുക്ക് ഇങ്ങോട്ടൊന്ന് പോയി നോക്കാം. എന്തൊക്കെയാണ് കിട്ടുന്നത് അറിയത്തില്ല. നമ്മളിൽ അധികം എക്യുപ്മെൻറ്റ്സ് ഒന്നും ഇല്ല. നമുക്ക് അവിടെ കയറിയിട്ട് അവിടുന്ന് ഫെയിൽ ആവുകയാണെങ്കിൽ നമുക്ക് നേരെ ഇപ്പുറത്ത് മറ്റേ അബാൻഡൻഡ് കോൺവോയോ, ഇതെന്താ സാധനം, ഇവിടേക്ക് പോകാം. എൻ്ററിങ് ടു ദ മാപ്പ്. കമ്മ്യൂണിറ്റി 18 ഡിഗ്രി സെൽഷ്യസ്, 49. ഗുഡ് വെതർ. കയ്യിലുള്ള എക്യുപ്മെൻ്റ് ഏതെങ്കിലും എടുത്ത് കയ്യിൽ പിടിക്കാണ്ട് മോനൂസ് ഇത് എങ്ങോട്ടാണ് പോകുന്നത്? എക്യുപ്മെൻ്റ് എടുത്തോ. Good to see you. The community is filled with the evil spirits just road for this point. Okay, Marcus. ഓ, മാർക്കസ് ഇവിടുത്തെ മൂപ്പനാന്ന് തോന്നുന്നു. മാർക്കസ് മൂപ്പൻ. Ritual or hard will help you grant you more strength. Okay, ആയിക്കോട്ടെ. Damage your enemies during ritual activation of free word charge since your first time. Okay, you deal more damage to your enemies. Okay, boost or Horlicks. എന്താ സംഭവം നോക്കട്ടെ. വേറെ തട്ടണോ? ഓർ കെ ജി മേ ബി എന്തോ പറഞ്ഞു. സോറി, മനസ്സിലാക്കി. ബൂസ്റ്റ് ചെയ്തു. ബൂസ്റ്റ് റിച്വൽ ബൂസ്റ്റ് ചെയ്യണം. ഹൗ ഇവിടെ ആരെങ്കിലും തട്ടണമായിരിക്കും, അല്ലാണ്ട് ഇപ്പം എന്തുള്ള വിൽ അൺലോക്ക് ലേറ്റർ. പിന്നെന്താ ചെയ്യുന്നത്? ഐ എം ട്രൈങ് ഓട്ടിസ് അല്ലൊക്കെ വാമ. ഈ പടികളവന്മാരൊക്കെ എന്തായി ചെയ്യണേ? വിൽ അൺലോക്ക് ലേറ്റർ. മാർക്കസ് കൂടെ പോര്. മാർക്കസ് പുറത്താണല്ലോ. റിച്വൽ എങ്ങനെ ബൂസ്റ്റ് ചെയ്യുന്നത്? എന്തോ ഒരു സൗണ്ട് കേട്ടല്ലോ. സൗണ്ട് ഓ, ആദ്യമായിട്ട് നമ്മൾ വെള്ളത്തിലിറങ്ങേണ്ടി ആയിരിക്കും. ലൈഫൊന്നും കുഴപ്പമില്ല, പ്രശ്നമില്ല, ഇതുവരെ പോകുന്നുണ്ട്.
ഇങ്ങോട്ടൊരു ആരോമാർക്ക് കാണിക്കുന്നുണ്ട്, ഇങ്ങോട്ടാണ് പോയി നോക്കാം. സോറി കുട്ടാപ്പി, വെള്ളം കുടിക്കാനായിട്ട് വെള്ളമൊന്നും കൊണ്ടുവന്നിട്ടില്ല. അതിൻ്റെ അതൊക്കെയില്ലേ? ഓക്കെ, ഐ ആം വില്ലിംഗ് ടു ഹെൽപ്പ് യു. ബൂസ്റ്റ്. ഓ, അതിൽ ക്ലിക്ക് ചെയ്യണമായിരുന്നല്ലേ? ശരി, കംപ്ലീറ്റ് ദ റിച്വൽ. വാട്ട് ഈസ് ദ റിച്വൽ? നിനക്ക് ദാഹിക്കുന്നുണ്ടെന്നുള്ളത് ഓക്കെ, പക്ഷേ ഇതെങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ? നിങ്ങൾ അല്ലടാ, നമുക്കിന്ന് പോകണ്ടേ? കിടന്ന് കറങ്ങുന്നേ. ചർച്ച ഇനി ചുറ്റും നടന്നാൽ മതി. റിച്ചറ് ഹൊയ് 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 ഹൊയ്. മാർക്കസിൻ്റെ അടുത്തോട്ട് പോകും. പിന്നെ മാർക്കസ്, എന്തായിരിക്കും ഒരു റിച്വൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ? ഷോപ്പിൽ പോയി സംഭവമൊന്നുമില്ല. ഇവനെ തട്ടട്ടെ. മാപ്പിളെ തട്ടാൻ പറ്റിയില്ല, ഇയാളെ പറ്റിയില്ല, ഇവനെ തട്ടാൻ പറ്റിയില്ല. ഓ, സ്റ്റാർട്ട്. നന്നായി. എന്തൊക്കെ സംഭവിക്കുന്നു? ആരൊക്കെ വരുന്നു? ഒരു ഐഡിയ ഇല്ല. എന്തൊക്കെയോ സംഭവിച്ചു. മൂപ്പൻ ചാമ്പി. അതിനിടയ്ക്ക് ഓൻ്റെ ഒരു ദാഹവും വിശപ്പും. ഓക്കെ, ക്ലോസ്. അത് കൊള്ളാം. നീ ആദ്യം വെള്ളം കുടിക്കും. നിന്റെ വെള്ളം കൂടി ഒന്ന് തീരട്ടെ. നീ മുണുങ്ങുതാ. 3 ബോട്ടിൽ വെള്ളം കുടിച്ച് ഇത് തിന്നു. എന്തായി? യുദ്ധത്തിന് പോകുന്ന സമയത്താണ് അവൻ്റെ ഒരു വെള്ളം കുടിയും തീറ്റിയും. വെപ്പൺ ഏതെങ്കിലും ഉണ്ടോ നോക്കട്ടെ. നല്ല വെപ്പൺ വല്ലതും എടുത്തോണ്ട് പോയി ചാമ്പണം വരെ. എടുത്താലോ? എടുക്കാം. എടുക്കാം. ബാഗ് എടുക്കാം. എക്യുപ്പ്. ബാൻഡേജ്. അഗെയിൻ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. കയറാൻ പറ്റുമോ കയറില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കോൺവോയിൽ പോയിട്ട് നമുക്ക് അവിടെ പോയി സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരാം. അടുപ്പത്തൊക്കെ സെറ്റാവാം. വാട്ട് യു ഗൈസ് സേ? റൺ. ഇതിനിടയ്ക്ക് ഇങ്ങനെ സ്ഥലവും അതിനിടയ്ക്ക് റിച്വലൊക്കെ ചെയ്യുന്നു. മാതിരി എന്താ ചെയ്യാ? ആ ഗണ്ണും കൊണ്ട് എടുത്ത് പിടിക്കാൻ തൽക്കാലത്തേക്ക്. എക്യുപ്പ്.
ഓ, സാധനങ്ങളെല്ലാം ഉണ്ടല്ലോ. ശേ, അതെങ്ങനെ അവിടെ നിന്ന് പ്ലേ? എനിക്ക് തോന്നുന്നു അവരെ തട്ടിക്കഴിഞ്ഞാൽ ഓക്കെ ആവുമെന്നുള്ള. എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടെന്ന് പ്രതീക്ഷിച്ചിട്ട് നമ്മൾ പിന്നെയും പോവാണ്. ഡെഡ് ബോഡീസ് തന്നെ, ചുമന്ന ജട്ടി, കറുത്ത ജട്ടിയിലൊക്കെ ആയിട്ട്. ക്ലോസ് ഒന്നും വേണ്ട, നമ്മൾ അവിടെ തന്നെ പോകുന്നു. റെഡിയെ പാക്കുറവും അവൻ പൊണ്ണെ തൂക്കുറവും. എല്ലാ സാധനങ്ങളും എടുക്കുന്നു. ഇതെടുക്കുന്നു, എക്യുപ്പ് ചെയ്യുന്നു. ഇതെടുത്ത് നമ്മളിവിടെ പോകുന്നു. ഇനി ബാഗിനകത്ത് നമ്മൾ ബാൻഡേജ് ഇവിടെ സെറ്റ് ചെയ്യുന്നു. ആർമർ എക്യുപ്പ് ചെയ്തേക്കാം, അപ്പോൾ കുറച്ച് ഡെഡ് ആവുന്നെങ്കിലും കുറയും. ഓക്കെ, ഫുൾ സെറ്റ്. നമ്മൾ നേരെ ഇപ്പനോട് ഇരിക്കുമല്ലേ, കാലുമേ കാലൊക്കെ ഇട്ടിച്ച്. ഞാൻ അവിടെ ബലിയാവണം പോയിട്ട്. സ്റ്റാർട്ട്. വാ, ഷിറ്റ്. Again. Close. Run. എൻ്റർ ചെയ്യുന്നു. അവിടെ നിന്നുള്ള നമ്മൾ സാധനം എടുക്കുന്നു. നമ്മൾ അബാൻഡൻഡ് കോൺവോയി പോയിട്ട് കുറച്ച് സാധനങ്ങൾ ലൂട്ട് ചെയ്യുന്നു. അല്ലാണ്ട് ഈ മൂപ്പൻ നമ്മുടെ ചാമ്പും. മൂപ്പൻ്റെ വാക്ക് കേട്ട് പോയിട്ടൊന്നും മനസ്സിലാവുന്നില്ല. നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്യാം. തിരിച്ചിറങ്ങിക്കോ. ഇത്ര നല്ല റിസോഴ്സ് തിരിച്ചു കിട്ടി തന്നെ വലിയ ഭാഗ്യം. ഐ തിങ്ക് ഓട്ടോമാറ്റിക് ഗൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ജയിക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. ഐ തിങ്ക് സോ. ഈ ബങ്കറിൽ മറ്റേ പോകാൻ പറ്റുമോ? ബങ്കർ കോഡൊന്നും വന്നില്ലെങ്കിലും ബങ്കർ പോകാൻ പറ്റില്ല. അബാൻഡൻഡ് കോൺവോയ് ഇവിടെയോ? ഇവിടെ പോയി നോക്കാം. നമ്മൾ വാച്ച് ടവറിൽ ഇതുവരെ പോയിട്ടില്ലല്ലോ.
അത്യാവശ്യം മോശമില്ലാത്ത എക്യുപ്മെൻറ്റ്സ് ഒക്കെ നമ്മുടെ കയ്യിലുള്ളതെന്ന് വിചാരിക്കുന്നു. നമ്മൾ ആദ്യമായിട്ട് അവിടെ പോകുന്നതെന്ന് തോന്നുന്നത്. എൻ്റർ. Some regions are extremely cold. Get yourself some warm clothes. ഉമ്മച്ചിയുടെ ചാകല് വളയിട്ടോണ്ട് ചാക്കലുണ്ട്. ഈ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യാനാണ് ശരിക്കും ഇത്? അതല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്യാനാണ്? ഇത് ഗണ്ണ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് എന്തോ വലിയൊരു സെറ്റപ്പ് നമുക്കിവിടെ പണി കിട്ടാനുണ്ട് എന്തോ. നമ്മൾ ആദ്യം പുറകെ പോയി അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു ഡാമേജ് നമുക്ക് അഡ്വാൻറ്റേജ് കിട്ടും. ഡാമേജ് പകുതിയോളം നമുക്ക് ലൈഫ് അവരെ എടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഫുൾ ലൈഫ് അടിച്ച് നിൽക്കാം. ജനറേറ്റർ വേണം. ആയിക്കോട്ടെ. പാർട്സ് എടുത്തിട്ട് വരണമായിരിക്കും. ഇതൊക്കെ നേരത്തെ പറയണ്ടേ കുഞ്ഞുകുട്ടാ? ഈ സംഭവമുള്ളോ? എന്തൊക്കെയായിരുന്നു ജനറേറ്ററിൻ്റെ പാട്ട്? മറ്റേ വള്ളിയും വയറും പിന്നെ സ്ക്രൂവും. പന്ത്രണ്ടെണ്ണം വേണം. 10, 12, 15. ആയിക്കോട്ടെ. ഇനി നമ്മളിതും കൊണ്ട് ഇവിടെ വരുമ്പോൾ വേറെ ആരെങ്കിലും ഉണ്ടാവുമോ? കുറച്ച് ബാൻഡേജ് എടുത്തിട്ട് വരാം. 10, 12, 15. യെസ്. സോ നമ്മുടെ ബേസിലേക്ക് തിരിച്ചു പോകുന്നു. നമ്മൾ ആ സാധനമായിട്ട് ഇവിടെ വന്നിട്ട് ഇത് ഈ പറയുന്ന ബാൻഡേജിന് ജനറേറ്ററിനെ നമ്മൾ റീസെറ്റ് ചെയ്യുന്നു. തിരുമ്പിപ്പോ അണ്ണാച്ചി. നമുക്ക് തിരിച്ചു പോകാനുള്ള എനർജി ഉണ്ടോ? 21 ഇപ്പോൾ കാണിക്കുന്നത്. 3 മിനിറ്റിൽ റീസ്റ്റോർ ആവും. കുറച്ച് നോക്കി നോക്കാം. ഇവിടെ നമ്മുടെ സാധനങ്ങൾ ഇവിടെ എല്ലാം വെക്കാൻ പറ്റുന്നതെല്ലാം വെക്കണം. പിന്നെ ഇതിൽ 20 എടുത്തേക്കാം. ഇതൊരു 13 10 ചോദിച്ചിട്ടുള്ളൂ. പിന്നെ നട്ടും ബോൾട്ടും ഇതൊരു തീർക്കാം. താങ്ക്സ്. ഫോൺ ഇവിടെ വയ്ക്കാം. ഗണ്ണ് നമുക്ക് കിട്ടിയത് സേഫായിട്ട് മാറ്റി വയ്ക്കാം. ഇല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന വരില്ല. ഇത് മാറ്റി വയ്ക്കാം. ഈ ഗണ്ണിൻ്റെ ആവശ്യമില്ലാന്ന് വിശ്വസിക്കുന്ന അവിടെ കയറ്റി വയ്ക്കാം. ഇതെന്താ ഇത്? പെട്രോൾ ഓഫീസർ. ആയിക്കോട്ടെ. അത് വേറെ സ്ഥലത്ത് വയ്ക്കാനുണ്ട്. ഇവിടെ നമുക്ക് ഇതിനൊക്കെ തിരിച്ചു വെച്ചു.
അതൊക്കെ നമ്മൾ ഈ ബുക്കിനകത്ത് വേണം കയറ്റി വയ്ക്കാൻ. ഷെൽഫിനകത്ത് വേണം കയറ്റി വയ്ക്കാൻ. ശരി, നമ്മൾ നേരെ ജനറേറ്റർ ശരിയാക്കുന്ന സ്ഥലത്ത് പോയി നോക്കാം. നമുക്ക് ഈ ആർമർ ഉള്ളതുകൊണ്ടാണ് നമുക്ക് അത്ര വലിയ ഡാമേജ് ഇല്ലാത്തത്. ബാൻഡേജ് എടുത്തില്ല. എന്താ ജോമോ, നമുക്ക് ആർമർ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വലിയ ഡാമേജ് ഉണ്ടാവാത്തത്. നാൽപ്പത്തിനാല് വേണം. സോറി ഗൈസ്, നമുക്ക് 44 എനർജി വേണം. അപ്പോൾ നമുക്ക് തൽക്കാലം നടക്കാം. സോ സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു, ബൈ ബൈ ഗൈസ്, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്, താങ്ക്സ് ഫോർ ദ സപ്പോർട്ട് ഓൾ ദ സബ്സ്ക്രൈബേഴ്സ്. നമ്മൾ 100 എബോ സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.